ഇപ്പം നമ്മളെ കൂടെ ഉള്ളത് മാപ്പിളപ്പാട്ടിൻ്റെ അച്ഛൻ ഫാദർ സേവിയർ ജോസാണുള്ളത്. നിങ്ങളിങ്ങനെ മാപ്പിളപ്പാട്ടിനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടേതായ തനതായിട്ടുള്ള പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മാർഗംകളി പാട്ടുകൾ, കോൽകളി പാട്ടുകൾ, അതുപോലെ തന്നെ പരിചമുട്ടിൻ്റെ പാട്ടുകൾ, മൈലാഞ്ചി പാട്ടുകൾ. ക്രിസ്ത്യാനികളുടെ ഇടയിലും മൈലാഞ്ചി ഉള്ള ഒരു സമുദായമുണ്ട്, മൈലാഞ്ചി ഇടുന്ന. അപ്പം വിവാഹത്തിൻ്റെ തലേ ദിവസങ്ങളിൽ ഞങ്ങൾക്കും ഇത്തരം ഗാനങ്ങളുണ്ട്, മധുരം വെപ്പിൻ്റെ പാട്ടുകളൊക്കെ. അപ്പോൾ ആ പാട്ടുകളും മലബാറിൽ ഉപയോഗിക്കുന്ന തനതായ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ടും മനസ്സിലാക്കിയതാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കല്യാണത്തിനൊക്കെ പാടും. അതെ അതെ, നമ്മുടെ കല്യാണപ്പാട്ടുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് നമ്മളുടെ ഈ വിവാഹ കൂദാശകളിൽ, അതായത് കല്യാണത്തിന് പള്ളിക്കകത്തെ ചടങ്ങുകൾക്ക് പാട്ടുകളുണ്ട്, അത് സുറിയാനി പാട്ടുകളാണ്. അതുപോലെ തന്നെ ആചാരങ്ങൾക്കുള്ള പാട്ടുകളുണ്ട്. ഈ പള്ളിക്ക് പുറത്തുള്ള ഈ മധുരം വെക്കുമ്പോൾ, അതുപോലെ ഇപ്പം കച്ച കൊടുക്കുക എന്ന് പറയും. അതായത് മണവാളൻ ഈ മണവാട്ടിയുടെ അമ്മയ്ക്ക് വസ്ത്രം കൊടുക്കുക, കച്ച കൊടുക്കുക എന്ന് പറയും. അപ്പോൾ കച്ച കൊടുക്കുമ്പോൾ, കച്ച തഴുകുമ്പോൾ, അങ്ങനെയൊക്കെ ഓരോ ചടങ്ങുകൾക്കും പാടുന്ന പാട്ടുകളുണ്ട്. ഈ പാട്ടുകളുടെ പ്രമേയം എന്ന് പറയുന്നത് ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രക്ഷാകര സംഭവങ്ങളാണ്. അത് ആ പഴയ ചരിത്രങ്ങൾ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ചരിത്രങ്ങളാണ് ഈ പാടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്, ഈ പഴയ കാലഘട്ടങ്ങളിൽ അതെല്ലാ മതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അടുത്ത തലമുറയിലേക്ക് ഈ ദീൻ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്, വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ വായ്മൊഴിയായിട്ട് ഇത്തരം പാട്ടുകളിലൂടെയാണ്. ഇപ്പം നമ്മൾ ഈ മുസ്ലിമുകളുടെ മാലപ്പാട്ടുകളുണ്ടല്ലോ, മൊഹീദ്ദീൻ മാല. അപ്പോൾ ഈ മൊഹീദ്ദീൻ മാലയിലൊക്കെ ഒരുപാട് പാദങ്ങളുണ്ട്. അപ്പം ഓരോ ചരിത്രങ്ങളാണല്ലോ ഈ പറഞ്ഞു വെക്കുന്നത്. ചരിത്ര ഗാനങ്ങളുണ്ട്, കിസ്സപ്പാട്ടുകൾ, കിസ്സുപാട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഇതിവൃത്തവും ഇതിൻ്റെ എല്ലാം ഒരു ഫ്രെയിം വർക്ക് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അങ്ങനെയാണ് മാപ്പിളപ്പാട്ടുകളിലേക്ക്. എനിക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുന്നത് വി എം കുട്ടി മാഷിൻ്റെയാണ്. കാരണം മാപ്പിളപ്പാട്ടുകളെ ഏറ്റവും ജനകീയവൽക്കരിച്ച ഒരു വ്യക്തികളിൽ ഒരു പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് വി എം കുട്ടി മാഷ്. അതൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ നിന്ന്, മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഈ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ കാലത്ത് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് തന്നെ മാപ്പിളപ്പാട്ടുകളുടെ ഉറവിടം തേടി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ മധ്യ തിരുവിതാംകൂറിലെ നസ്രാണി മാപ്പിളമാരുടെ വിവാഹങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ കല്യാണപ്പുരകളിൽ പാടിക്കേട്ടിരുന്ന പാട്ടുകൾ, അത് ഇദ്ദേഹത്തിൻ്റെ പുതിയ പാട്ടുകൾ കെട്ടാനായിട്ട് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിനുശേഷം പിന്നെ പീർ മുഹമ്മദ്, എ വി മുഹമ്മദ്, അങ്ങനെയുള്ള ആൾക്കാർ. അതെ 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 അതെ. അപ്പോൾ ഈ വീൻകുട്ടി മാഷാണ് എനിക്ക് ഇത്തരം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്കുള്ള ഒരു എന്നെ ഇൻസ്പയർ ചെയ്ത അദ്ദേഹമാണ്. കാരണം അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങളുടെ പാട്ടുകളിൽ ഇങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ